ഞാനും ഷിയസും റൈഡിന് വേണ്ടിയിട്ട് നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. അങ്ങനെ ഞാൻ മാത്രം ഫസ്റ്റ് ആയിട്ടൊന്ന് റൈഡ് ചെയ്തോ കിട്ടോ. എനിക്കാകെ പേടിയായി. പിന്നെ അങ്ങനെ വെല്ലെ ഇങ്ങനെ പോയിട്ടോ. ഒരു റൗണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഷെസ്മോൾ എടുക്കാൻ വേണ്ടി വരുന്നത്. കാരണം എന്താ, നമ്മൾ ഫസ്റ്റ് ആയിട്ട് അല്ലേ, അപ്പോൾ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു ടെക്ക്. നമ്മൾ ഫസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുമ്പോഴൊരു പേടിയൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ എൻ്റെ പേടി കുറച്ചൊക്കെ മാറിയിരിക്കണേ. പക്ഷെ നല്ല സ്ലോയിലാണ് കേട്ടോ പോണത്. എനിക്ക് വളവുള്ള ഭാഗത്തൊക്കെ വരുമ്പോൾ ഞാൻ നേരെ എൻ്റെ കയ്യിൽ നിന്നൊക്കെ ആകെ സ്ലിപ്പായിക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് കുറച്ച് ഞാൻ ലെവലായിട്ട് വന്നിട്ടുണ്ടേ. എനിക്കത് ഓടിച്ചപ്പോൾ നമ്മൾ നാട്ടിലത്തെ സ്കൂട്ടി ഓടിക്കുന്നതിൻ്റെ ഫീലായിട്ടുള്ളത്. പക്ഷെ ഇതിന് 4 വീലാണെന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെയായാലും നമ്മളെ റൈഡ് അടിപൊളി റൈഡായിരുന്നു, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഒരു റൗണ്ട് ഓടിച്ചതിന് ശേഷം നമ്മൾ ഷെസ്മോൾ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടേ. ഞാൻ ഷെസ്മോൾ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ കുറച്ച് അത്യാവശ്യം സ്പീഡിലാട്ടോ വന്നിക്കണത്. പക്ഷെ അങ്ങോട്ടും എൻ്റെ കൈയൊക്കെ ആകെ സ്ലിപ്പാവുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഷെസുവിനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് സ്ലിപ്പാവണമായിരുന്നു എനിക്ക് തോന്നുന്നത്. കാരണം ഷെസു അല്ലേ ഫ്രണ്ടിലിരിക്കുന്നത്. എനിക്ക് അവളെ സീറ്റിൽ നിന്ന് വീകുമെന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഉഷാറായിട്ട് പോയിട്ടുണ്ടേ. ഷെസ്മോൾ ഫ്രണ്ടിലിരിക്കുമ്പോൾ അവളെ കാല് നല്ലോണം ഞാൻ ടൈറ്റാക്കി പിടിക്കിട്ടോ. എന്നാലും അവളൊന്ന് വീകാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഇന്ത്യ ഷെസ്മോളെ റൈഡ് എങ്ങനെയുണ്ട് നിങ്ങൾ കണ്ടോളിട്ടാ. അങ്ങനെ ഞാനിതാ ആട് മൂവിൻ്റെ ഒരു ഡയലോഗ് പറയാൻ വേണ്ടി പോവുകയാണേ. പറപ്പിച്ച് വിട് പാപ്പ എന്ന് പറഞ്ഞ ഡയലോഗാണ്. അങ്ങനെ ഞാൻ ഷെസ്മോളൊന്ന് പറപ്പിച്ച് വിടുന്നുണ്ടേ. അങ്ങനെ നമ്മളിത് പറപ്പിച്ച് വിട് പാപ്പ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ പറക്കണമെന്നില്ല കേട്ടോ, മണലല്ലേ, അപ്പോൾ വല്ലാതെ ഒന്നാണ്ട് പോണില്ല. നമ്മൾ എനർജി കൊടുത്തിട്ട് എന്താവുന്നില്ല, സ്പീഡാണ്ട് വരുന്നില്ല കേട്ടോ. മാക്സിമം എൻ്റെ കഴിയുന്ന രീതിയിൽ നല്ല സ്പീഡൊക്കെ കൊടുത്തിട്ട് ഞാനിതാ അത്യാവശ്യം റൗണ്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ 2 പേര് റൗണ്ട് അടിക്കുന്ന വീഡിയോ ഒന്ന് കാണണ്ടേ, നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിന്റെ ലൊക്കേഷൻ വന്നിട്ടുള്ളത് നമ്മുടെ ബഹ്റൈനിലുള്ള ബുസൈറ്റിയിലാണ് കേട്ടോ. ഈ കാണുന്ന ഗ്രൗണ്ട് ഉണ്ടല്ലോ, ഇത് വലിയ ആൾക്കാരെ റൈഡ് യൂസ് ചെയ്യാനുള്ളതാണേ. ഞങ്ങൾ എടുത്തിട്ടുള്ളത് ഈ വലിയ ഗ്രൗണ്ടിന്റെ ഓപ്പോസിറ്റ് സൈഡിലെ ഗ്രൗണ്ടിലാണ് കേട്ടോ, ചെറിയ ഗ്രൗണ്ടിൽ. അപ്പോൾ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വലിയ ഗ്രൗണ്ടിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ആക്സിഡന്റ് കേസുകൾ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതാകുമ്പോൾ നമ്മളെ കുട്ടികളെ സേഫായിട്ട് എത്തുകയും ചെയ്യാം. പിന്നെ നമുക്ക് ഒരാൾക്ക് മാത്രമായിട്ടുള്ള റൈഡ് ഇങ്ങനെ പോവുകയും ചെയ്യാം കേട്ടോ. നമുക്ക് ഈ റൈഡൊക്കെ കഴിഞ്ഞാൽ ഇതിന് തൊട്ടിപ്പുറത്തന്നെ പാർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് കേട്ടോ നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. അടുത്തതായിട്ട് നമ്മൾ റൈഡിൽ കയറാൻ പോകുന്ന ടാൻഡേ നമ്മുടെ ഉമ്മയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഉമ്മേനെ എടുക്കാൻ പെട്ട പാട് നമ്മക്കേ അറിയുള്ളൂ കേട്ടോ. അതിൻ്റെ ക്ലിപ്സ് ഒന്നും ഞാനിവിടെ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഉമ്മ ഇത് കളത്തിലിറങ്ങിയിട്ടുണ്ട്. ആദ്യം മെല്ലെ എന്നാണെങ്കിൽ പിന്നെ കുറച്ച് സ്പീഡിലായിട്ടോ. നമ്മളെ ഷെസ്മോൾ ആർക്കും വിട്ടു കൊടുക്കണേ കേട്ടോ. എൻ്റെ കൂടെ ആണെങ്കിൽ എൻ്റെ കൂടെ റൈഡ് ചെയ്യും, ഉമ്മിൻ്റെ കൂടെ ആണെങ്കിൽ ഉമ്മിൻ്റെ കൂടെ റൈഡ് ചെയ്യും കേട്ടോ. ഓള് നല്ല സുഖമായിട്ടിരുന്ന് കൂടെ റൈഡ് ചെയ്യുന്നുണ്ട് ഉമ്മിൻ്റെ കൂടെ. 1/2 മണിക്കൂറാണ് കേട്ടോ ഈ റൈഡിൻ്റെ സമയം എന്ന് പറയുന്നത്. പക്ഷെ ഞങ്ങൾക്ക് 3/4 മണിക്കൂർ കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ കാണുന്ന ZSK മോട്ടോർ ഉണ്ടല്ലോ, ഇത് കുട്ടികളെ ഭാഗത്തുള്ള മോട്ടോർ സൈക്കിളാണ്. ശരിക്കും ഇത്ര മോട്ടോർ സൈക്കിൾ ഉള്ളത് ഇവിടെ. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ റൈഡുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നില്ലേ, ആ സൈഡിലും കുറച്ചുണ്ട്. ഉമ്മ അധികം എടുത്തില്ല കേട്ടോ, ബാക്കി ഞാനാണ്ട് ഓടിച്ചാണ്ട് തീർത്തു. ഈ കാണുന്നതാട്ടോ ഞാൻ ഒറ്റയ്ക്ക് ഓടിക്കുന്ന റൈഡ്. അപ്പോൾ ഷെസ്മോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നല്ല സ്പീഡിലാണ് കേട്ടോ ഓടിക്കുന്നത്. അങ്ങനെ നമ്മൾ ടൈമൊക്കെ കഴിയാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് എന്തായിട്ട് ഞാനും ഷെസ്മോളും കൂടി ഒരു റൗണ്ട് ഓടിച്ചിട്ടുണ്ട്. അങ്ങനെ മോട്ടോർ സൈക്കിൾ സൈഡാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് പാർക്കിലോട്ടാണ്. അത് ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ വല്ലാതെ അധികം ദൂരമൊന്നുമില്ല. അങ്ങനെ ഞങ്ങളിത് റൈഡിങ് ഒക്കെ കഴിഞ്ഞു.
റൈഡിങ് ഈ സൈഡിൽ തൊട്ടിപ്പുറത്താണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഷെസ്മോളെ പാർക്കിലോട്ടാണ് എനിക്ക് കയറുന്നത്. ഓൾക്ക് ഇഷ്ടപ്പെട്ട ഓളെ പാർക്കിലോട്ട് കയറണം. ഇങ്ങനെയാണ് കേട്ടോ നമ്മളെ പാർക്കിൻ്റെ എൻട്രൻസ് എന്ന് പറയണത്. പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് കേട്ടോ പാർക്കിൽ കയറാൻ വേണ്ടി പറ്റല്. പേരൻസിന് എല്ലാവർക്കും ഇവിടെ സൈഡിൽ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സീറ്റുകളുണ്ട്. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ വേറെ പാർക്കും കൂടിയുണ്ട്. ഷിസു കേറ്. കേറിക്ക് ഷിസു, ദീദി ഇവിടെ ഉണ്ട്. ആ കേറിക്കോ. ഇതെങ്ങനെ കയറി? ഇങ്ങനെ പോണം. ഏതില്? ഇതിങ്ങനെ കയറി എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ ചെയ്യാം. കേറിക്കോ, ദീദി ഇവിടെ ഉണ്ട്. നോക്കി കേറിക്കോട്ടാ, പുടിച്ച് കേറിക്കോ. 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 ഒന്നുകൂടി. റെഡി, 1. എങ്ങനെയുണ്ട് ചേച്ചു? സൂപ്പർ അല്ലേ? പിന്നെ കറക്കാതെ. ഷിസു ആ കേറിക്കോ. എന്താണ് ആയി പറയാനേ? എല്ലാം ചാടിക്കോട്ടാ. അയിമൊന്ന് കൊയിഞ്ഞാടുവോ? ഇല്ല, കേറിക്കോ.
ഷിസു ഷിസു ഒരാള് ഇറങ്ങി. ഷിസു ഇറങ്ങുവാ. എങ്ങനെയുണ്ട്? നിങ്ങൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് ഈ പാർക്കിന്റെ പ്ലേയിങ് ഐറ്റംസ് ആണ്. അങ്ങനെ ഞാനും ഷെസ്മോളും കൂടി ഇരുന്നിട്ട് ഊഞ്ഞാലാടുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെ കളിയൊക്കെ കഴിഞ്ഞു. ഒരു ലേസൊക്കെ വാങ്ങിട്ടാ. എന്ത് സാധനം? എന്ത്? കോയിമുടേ? ഇപ്പൊ ഷെസ്മോള് പറഞ്ഞത് കോയിമുടാന്നാണ്. പാർക്കിന്റെ ഉള്ളിലായിട്ട് തന്നെ ഒരു ചെറിയ ഷോപ്പ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്നാണ് കേട്ടോ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത്. അടുത്തത് നമ്മൾ ഇനി പോകാൻ പോകുന്നത് വേറെ പാർക്കിലോട്ടാണ്. അങ്ങനെ നമ്മളിതാ വീണ്ടും പാർക്കിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ പാർക്ക് വന്നിട്ടുള്ളത് മുഹറക്കിലാണ്. ഇതിനുള്ളിൽ പല സാധനങ്ങളുണ്ട്. വലിയ മീനൊക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഷെസ്മോളെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ലൈറ്റായിട്ട് കോഫിയൊക്കെ കുടിക്കാൻ വേണ്ടി പറ്റിയ സ്പോട്ട് തന്നെ ഇട്ടത്. ഇവിടുത്തെ ഈ പിക്ചർ കണ്ടിട്ടായിട്ട് ഷെസ്മോൾ ഇപ്പൊ പറഞ്ഞത്. അങ്ങനെ ഞങ്ങളിത് റെസ്റ്റോറന്റിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിത് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തത് നെയ്ച്ചോറും ബീഫ് വരട്ടിയതും പിന്നെ കാട പൊരിച്ചതാണ്. നമ്മൾ ഷെസ്മോൾ ഇതാ കുറച്ചു നേരം ഫോണൊക്കെ ഇരുന്ന് കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ ഫുഡ് കഴിക്കണത് വായൻ്റെലാണ് കേട്ടോ. വായൻ്റെലൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചിനെ ചോറ് എത്തും. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് നമ്മളെ മുന്നിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ആക്കാൻ വേണ്ടി പോവാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.